ഹായ് ഗൈസ്, എല്ലാവർക്കും PSCകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. ഇന്ന് 7ാമത്തെ ദിവസമാണ്. ഇതുപോലെ ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്ത് നമുക്ക് ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി, ചേറ്റൂർ ശങ്കരൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. ഇവിടെ ആറ്റിങ്ങൽ കലാപമാണ് ആദ്യം നടന്നത്, പിന്നീട് കുളച്ചൽ യുദ്ധവും അതിനുശേഷം ശ്രീരംഗപട്ടണം സന്ധിയും ഏറ്റവും അവസാനമാണ് കുണ്ടറ വിളംബരം നടന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. ഒന്നാം ലോകയുദ്ധം ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും, രണ്ടാം ലോകയുദ്ധം അച്ചുതണ്ട് ശക്തികളും, ഹിറ്റ്ലർ തവിട്ടുകുപ്പായക്കാരും, മുസോളിനി കരിങ്കുപ്പായക്കാരുമാണ് വരുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുന്നതിനാണ്. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും. ഇതിൽ മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയുടേതാണ്, കേസരിയും മറാത്തയും ബാലഗംഗാധര തിലകിൻ്റെതാണ്, കോമൺവെൽത്ത് മിസ്സിസ് ആനി ബസന്റിൻ്റെതും, യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയുടേതുമാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ചേരുംപടി ചേർക്കാനായിട്ടാണ്. ഇവിടെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ വരുന്നത് ഭഗത് സിംഗ് ആണ്, ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ, ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസും, ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസുമാണ്. ഇവിടെ സുഭാഷ് ചന്ദ്രബോസിന് അറിയാമെങ്കിൽ നമുക്ക് ഒറ്റ ഓപ്ഷനും കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻ ഡിയിലേക്ക് എത്താം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക്? ഓപ്ഷൻ ബി, നിർമ്മല സീതാരാമൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ, എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏത്? ഓപ്ഷൻ ബി, മാംഗോ ഷവറാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. ഈ പെരിഹീലിയൻ എന്നാണ്? ജനുവരി 3-ാം തീയതിയാണ് പെരിഹീലിയൻ. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി, ഉഷ്ണകാലത്ത് തെക്കു നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു എന്നതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാവാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. എക്കൽ വിശറികളാൽ സമ്പന്നമാണ് ഇവിടം എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ളവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1986-ൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഉള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയല്ല, ഇപ്പോൾ കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. ഓപ്ഷൻ ബി, ദേശീയ ജലപാത 3 NW3 ആണ്. മരണാനന്തര ബഹുമതിയായി 2025-ലെ പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആര്? ഓപ്ഷൻ ബി, MT വാസുദേവൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഓപ്ഷൻ സി, 10ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന നയമാണ്? ഓപ്ഷൻ എ, സ്വകാര്യവൽക്കരണം. അടുത്ത ക്വസ്റ്റ്യൻ, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആര്? ഓപ്ഷൻ ഡി, ദാദാഭായ് നവറോജി. ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഏത്? ഓപ്ഷൻ ബി, നീതി ആയോഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സി, തൃതീയ മേഖലയിലാണ് ഹോട്ടൽ വ്യവസായം ഉൾപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇവിടെ എല്ലാം ശരിയായിട്ടുള്ളതാണ്. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ലെന്നും എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് പ്രധാനമായിട്ടും യോജിക്കുന്നത്. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഒരു ഖാരിഫ് നെല്ല്. ഇവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ഇവിടെ ഓപ്ഷൻ 1, 2, 3 ഭാഗമാണ്, എന്നാൽ 4 മാത്രം തെറ്റാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. ഇവയെല്ലാം ശരിയായിട്ടുള്ളതാണ്. എന്നാൽ 1ാം പഞ്ചവത്സര പദ്ധതി മുതലല്ല, 3ാം പഞ്ചവത്സര പദ്ധതി മുതലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി, 86ാം ഭേദഗതി. 1928-ൽ ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? ഓപ്ഷൻ എ, മോത്തിലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത്? രാഷ്ട്രത്തലവന്റെ അധികാരം, രാഷ്ട്രത്തിന്റെ പേര്, നിയമനിർമ്മാണ സഭയുടെ പേര് എന്നിവയെല്ലാം ഭരണഘടനയിലുണ്ട്, എന്നാൽ രാഷ്ട്രത്തലവന്റെ പേര് ഭരണഘടനയിൽ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ സി, അനുച്ഛേദം 40. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി, ലോർഡ് റിപ്പൺ. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി, ഉത്തരാഖണ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, 3ാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ ബി, പാർലമെന്ററി കാര്യ സമിതി. അടുത്ത ക്വസ്റ്റ്യൻ, തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്?
ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. തദ്ദേശ ഗവൺമെന്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ് എന്നതുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. 5 വർഷമാണ് കമ്മീഷന്റെ കാലാവധി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ 1ഉം 2ഉമാണ് സംസ്ഥാന ലിസ്റ്റിൽ വരുന്നത്. കൃഷിയും പോലീസും ജയിലും തദ്ദേശ ഗവൺമെന്റും വിദ്യാഭ്യാസവും വനവും വരുന്നത് എവിടെയാണ്? കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പി സതീദേവിയാണ് കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്നും വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരത്താണെന്നും വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് എന്നതും പാർലമെന്ററി അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിബീഷ് ആണെന്നും ശരിയാണ്. കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ്. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. ഇവ രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാറാണ്. ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ഓപ്ഷൻ ബി എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് ആണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടക്കുന്നത് തടയുന്നത്. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെ? ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം തുടങ്ങിയവയെല്ലാം പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങളാണ്. എന്നാൽ ഹീമോഫീലിയ ഒരു ജീവിതശൈലി രോഗം അല്ല. ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെ ഫൈലേറിയൻ വിര മന്ത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബെർണിഹാഡ് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ മേഘാലയ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിന് തകരാറ് ഉണ്ടാകുന്നത് മൂലമാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുക. ത്വക്കിലെ ക്യാൻസർ ആയ മെലനോമ ക്രോമസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു. ഇതിൽ ഒന്നാമത്തെ പ്രസ്താവന ശരിയും രണ്ടാമത്തേത് തെറ്റുമാണ്. പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏതിനത്തിൽപ്പെട്ട ജീവികളാണ്? ഓപ്ഷൻ സി ചിത്രശലഭം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാകുന്നത് പേശി വ്യവസ്ഥയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാകുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. പേശി വ്യവസ്ഥയും അസ്ഥി വ്യവസ്ഥയും ചേർന്നിട്ടാണ് ചലനവും സഞ്ചാരവും സാധ്യമാകുന്നത്. അതുകൊണ്ട് ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇവിടെ 1 സൂക്രോസ് കരിമ്പ് എന്നതും മാംസ്യം പയറുവർഗ്ഗങ്ങൾ എന്നതും ശരിയായിട്ടുള്ളതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? ഓപ്ഷൻ എ നീല. മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സൂട്ടുകൾ ധരിക്കുന്നത്. ഓപ്ഷൻ ഡി ഉയർന്ന മർദ്ദം. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബത്തെ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ ബി മിഥ്യാ പ്രതിബിംബം എന്നാണ് വിളിക്കുന്നത്. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബത്തെ മിഥ്യാ പ്രതിബിംബം എന്നാണ് വിളിക്കുന്നത്. നാൻസി ഗ്രേഡ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി നാസ. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ഓപ്ഷൻ സി ചൈന. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? വ്യാപ്തം വർദ്ധിക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ഇവിടെ ഇരുമ്പ് തുരുമ്പിക്കുന്നതാണ് ഒരു രാസമാറ്റം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? pH വാല്യൂവിൽ 0 മുതൽ 7 വരെയുള്ളതാണ് ആസിഡുകൾ. 7-ലാണെങ്കിൽ നമ്മൾ ന്യൂട്രൽ എന്നാണ് പറയുന്നത്. 7 മുതൽ 14 വരെയുള്ളതാണ് ആൽക്കലി. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ദിവസങ്ങളാണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഓപ്ഷൻ ബി പെഗി വിറ്റ്സൺ. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ. രാമായണം ആട്ടക്കഥ രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി കൊട്ടാരക്കര തമ്പുരാൻ. കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ എ ഗുരു ഗോപിനാഥ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? ഓപ്ഷൻ ഡി PT ഉഷ. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ ബി ആറ്റുകാൽ ക്ഷേത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ജയദേവന്റെ ഗീതാ ഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഓപ്ഷൻ എ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ സി വി സുനിൽകുമാർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട് കീ Ctrl+M ആണ്. ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഒരു ഡോക്യുമെന്റിന്റെ ടേബിൾ ചേർക്കാനുള്ള ഓപ്ഷൻ ഇൻസേർട്ട് മെനുവിലാണുള്ളത്. ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റ് ഫയലിന്റെ എക്സ്റ്റൻഷൻ .ods ആണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷൻ ആവറേജ് കാണുന്നതിനുള്ള ഫംഗ്ഷനാണ് ആവറേജ്.
ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിലെ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു റേഞ്ചിലെ ബ്ലാങ്ക് ഒഴികെയുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനാണ്. ഈ എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് എന്താണ്? ഓപ്ഷൻ സി ഐരാവത്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി ഇക്യു. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏത്? സുരക്ഷിതത്വത്തിനുള്ള അവകാശം, മത്സരാധിഷ്ഠിത വിലകൾ, വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം ഇവയെല്ലാം ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെട്ടതാണ്. എന്നാൽ വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെട്ടതല്ല. ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനനുസരിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? പ്രൊട്ടക്ഷൻ ഓഫീസർക്കാണ് വിവരം നൽകേണ്ടത്. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നവയിൽ ഏതാണ്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കണം. ടോട്ടൽ 11 ആൾക്കാരാണ് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം പോക്സോ ആക്ട് 2012 പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കാൻ പാടില്ല എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏതു നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ മധ്യപ്രദേശ്. 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത്? ദാരിദ്ര്യമില്ല, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ലിംഗസമത്വം. മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാം ഇതിൽ പെടുന്നതാണ്. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. ദ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് സ്മെൽസ് ഗുഡ്. ദ യൂറോപ്യൻസ് കോൺകേർഡ് മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ബിഫോർ ഫസ്റ്റ് വേൾഡ് വാർ. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നൺ ഓഫ് ദ ബോയ്സ് ഹാവ് ഫിനിഷ്ഡ് ദ ഹോംവർക്ക്. ഇവിടെ ഓപ്ഷൻ എ ഹാവ് ദേ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇഫ് ഇറ്റ് റെയിൻസ് ടുമാറോ വി വിൽ സ്റ്റേ അറ്റ് ഹോം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അലക്സ് സെഡ് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ടാസ്ക്. ചൂസ് ദ കറക്റ്റ് കൺവേഴ്സേഷൻ ഇൻടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓപ്ഷൻ ഡി അലക്സ് സെഡ് ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ടാസ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ഡെലിൻക്വന്റ്? ഓപ്ഷൻ ബി ക്രിമിനൽ. സെലക്ട് ദ ആന്റോണിം ഓഫ് ഡെറലിക്റ്റ്. ഓപ്ഷൻ സി attentive. The teacher asked the students to look over their assignments before submitting it. അടുത്ത ക്വസ്റ്റ്യൻ, a handwriting that cannot be read. ഓപ്ഷൻ ബി illegible. The idiom on cloud 9 means. ഓപ്ഷൻ ഡി extremely happy or elated. അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ. ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. പാടവം, അതിർത്തി, പഠിതാവ്, ശൃംഖല, നിഷ്ഠ, യഥാതഥം. മഹോന്നതം പിരിച്ചെഴുതിയാൽ മഹാ പ്ലസ് ഉന്നതം എന്നായിരിക്കും. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. സ്വാധീനമുണ്ടായിട്ടും എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? ഓപ്ഷൻ സി പരാധീനം. മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏത്? ഓപ്ഷൻ ഡി ഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ, വിലക്കി പ്ലസ് ഇല്ല ചേർത്തെഴുതിയാൽ ഓപ്ഷൻ ഡി വിലക്കിയില്ല എന്നാണ് വരുന്നത്. തന്നിരിക്കുന്ന ശരിയായ വാക്യം ഏത്? ഇവിടെ ഓപ്ഷൻ സി ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ സ്ത്രീലിംഗ ശബ്ദം ഉള്ളവ കണ്ടെത്തുക. ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. രക്ഷകൻ, രക്ഷിക, കാന്തൻ, കാന്ത. ഒറ്റപ്പദം കണ്ടെത്തുക. കാണുന്നയാൾ. ഓപ്ഷൻ ഡി പ്രേക്ഷകൻ. ടെറിട്ടോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ ഓപ്ഷൻ സി പ്രാദേശിക ആധിപത്യം എന്നാണ് വരുന്നത്. അടുത്തത്, ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ഓപ്ഷൻ സി ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായി